സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ആ വീഞ്ഞ് രുചിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ കയ്യാളിച്ചു. അത് സാബത്തിനുള്ള ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കുവാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യുവാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു. അവർ ഈശോയെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കണ്ടതിനാൽ അവന്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികൾ ഒരുവൻ അവന്റെ പിതാവിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും ജലവും പുറത്തു വന്നു. അതുകൊണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, അവന്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവന്റെ അസ്ഥി തകർക്കപ്പെടുകയില്ല എന്ന ലിഖിതം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു ലിഖിതം പറയുന്നു, തങ്ങൾ കുത്തി തുളച്ചവനെ അവർ നോക്കും. നമ്മള് മെക്സിക്കോയില് തീർത്ഥാടനം നടത്തിയിട്ടുള്ളവർക്ക് പലരും കണ്ടിട്ടുണ്ടാകും സൂര്യന്റെയും ചന്ദ്രന്റെയും പിരമിഡ്. അത് ആ പിരമിഡ് ഒരു അമ്പലമാണ്. അതായത് അതിൻ്റെ ഏറ്റവും മുകളിൽ അവർ വിശ്വസിച്ചിരുന്ന സൂര്യഭഗവാന് അല്ലെങ്കിൽ ചന്ദ്രന് അവർ ബലിയർപ്പിച്ചിരുന്ന ബലിവേദിയാണ്. അവിടെ ബലിയർപ്പിക്കുവാനുള്ള മനുഷ്യനെ, ഓരോ മനുഷ്യനെയും ദിവസവും ബലിയർപ്പിക്കും. ഒരു മനുഷ്യനെ 5 പുരോഹിതന്മാർ ചേർന്ന് ബലമായോ ചിലപ്പോൾ അവൻ്റെ മനസ്സോടുകൂടിയോ ആ പിരമിഡിന്റെ മുകളിലേക്ക് കൊണ്ടുപോകും. അവിടെ അവൻ്റെ കൈകാലുകളിൽ 4 പേര് ഓരോരുത്തരായിട്ട് പിടിക്കും. 5-ാമത്തെ ആള് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കല്ല് ഉപയോഗിച്ച് അവൻ്റെ ഹൃദയം ജീവനോടെ കുത്തി തുറന്ന് അവിടെ നിന്ന് അവൻ്റെ ഹൃദയം മുറിച്ചെടുത്ത് അത് സൂര്യഭഗവാനെ അർപ്പിക്കും. അതിനുശേഷം അവർ ആ മൃതശരീരം താഴേക്കിടും, ഹൃദയം അവിടെ വെക്കും. അതിനുശേഷം കഴുകന്മാർ വന്ന് ആ ഹൃദയം കുത്തി തുറന്ന് അവർ കുത്തിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകും. അത് സൂര്യഭഗവാന് സമർപ്പിക്കുന്നതിനായിട്ട് അവർ കണക്കാക്കുകയും ചെയ്യുന്നു. 1531 ഗുഡലുപ്പയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് പിന്നീട് ആ നരബലി അവസാനിക്കുവാനായിട്ട് കാരണമായത്. ഞാൻ പറയാൻ കാരണം, പഴയ കാലഘട്ടത്തിൽ മനുഷ്യന്റെ കേന്ദ്രബിന്ദുവായിട്ട് കണക്കാക്കിയിരുന്നത് തലച്ചോറല്ല, ഹൃദയമാണ്. ഹൃദയ കേന്ദ്രീകൃതമായിരുന്നു മനുഷ്യ ജീവിതം. കാരണം അവന്റെ രക്തം ജീവനാണ്. ആ രക്തം വാർന്നുപോയാൽ അവന്റെ ജീവൻ നഷ്ടപ്പെടുന്നു. ആ രക്തം മനുഷ്യ ശരീരത്തിൽ എല്ലായിടത്തും എത്തിക്കുന്നത് ഹൃദയമാണ്. അങ്ങനെ ഹൃദയത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഒരു മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ്. ഒന്ന് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ തലച്ചോറ്, മറ്റൊന്ന് നമ്മുടെ ഹൃദയം, മൂന്നാമത്തേത് നമ്മുടെ ലങ്സ്. ഇതിൽ ഏത് കേട് വന്നാലും നമ്മൾ മരിച്ചു പോകുമെന്നുള്ളത് ഉറപ്പാണ്. ഇതുപോലെ തന്നെയാണ് നമുക്ക് ദൈവത്തെ സംബന്ധിച്ച് 3 ആളുകൾ ഒരേ ദൈവത്തിനുണ്ട്: പിതാവ്, പുത്രന്, പരിശുദ്ധാത്മാവ്. പിതാവായ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആ ബ്രെയിനിന്റെ കാര്യമാണ്. അതായത് മനുഷ്യനെ സൃഷ്ടിച്ച് നിരന്തരം പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ബുദ്ധിയുടെ കേന്ദ്രമായ ജ്ഞാനത്തിന്റെ കേന്ദ്രമാണ് പിതാവായ ദൈവത്തെ നമ്മൾ കാണുക. എന്നാൽ പുത്രനായ ദൈവത്തെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. ലോകത്തെ God so loved the world that he gave his only begotten son. തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അത്രയധികമായി ദൈവം സ്നേഹിച്ചു. അതുകൊണ്ടാണ് നമ്മളോട് സ്നേഹം പങ്കുവയ്ക്കുവാൻ വേണ്ടി ആ ത്യാഗത്തിലൂടെ, സ്നേഹത്തിലൂടെ, കരുണയിലൂടെ, വികാരത്തിന്റെ കേന്ദ്രമായി മാറിക്കൊണ്ട് ദൈവത്തിന്റെ ആ കരുണ കാണിക്കുവാൻ വേണ്ടിയിട്ട് പുത്രനായ ദൈവം ലോകത്തിലേക്ക് വരിക. എന്നാൽ പരിശുദ്ധാത്മാവിനെ ആ പിതാവ് പുത്രനെ നമുക്ക് നൽകുന്നത് നമ്മളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ്. കാരണം നമ്മുടെ ലങ്സ് നമുക്ക് ഓക്സിജൻ നൽകുകയും കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു കളയുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. ഹൃദയം ശുദ്ധീകരിക്കുന്നതാണ്. കാരണം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള അഴുക്കുകൾ മാറ്റുകയും ആ ഹൃദയത്തെ നിരന്തരമായി ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മളുടെ ഹൃദയ കേന്ദ്രീകൃതമായ ഒരു ദൈവമാണ് നമുക്ക് ഉള്ളത് എന്ന്
ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേസമയത്ത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അതായത് നിന്റെ സമ്പത്ത് എവിടെയായിരിക്കുമോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. അതായത് നമ്മുടെ ഹൃദയം ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഭൗതികമായ സമ്പത്താണെങ്കിൽ, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ആർഭാട ജീവിതമാണ് എങ്കിൽ അവിടെ നമ്മുടെ ജീവിതം ദൈവത്തിലല്ല, നമ്മുടെ ജീവിതം മറ്റുള്ളവരോടുള്ള കരുണയായിരിക്കുകയില്ല. ഇവിടെ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, സാമ്പത്തികമായിട്ട് മനുഷ്യൻ പുരോഗമിക്കുമ്പോൾ, അത് ഇവിടെയാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും മറ്റ് സമ്പദ്സമൃദ്ധമായ രാജ്യങ്ങളിലാണെങ്കിലും പലപ്പോഴും ആളുകൾ ദൈവത്തിൽ നിന്ന് മതത്തിൽ നിന്ന് അകലുകയും ആത്മസ്വാർത്ഥ താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇപ്രകാരമാണ്. അതുപോലെ തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൽ നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ പുരുഷന്മാര് സഭയുടെ ശിരസ്സാണ്, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്, ഭാര്യ ആ കുടുംബത്തിന്റെ സ്നേഹത്തിന്റെ ഇരിപ്പിടമാണ്, അങ്ങനെയൊക്കെ കണക്കാക്കി. എന്നാൽ ഇന്ന് ഭാര്യയും വിദ്യാഭ്യാസങ്ങളുണ്ടായി അവിടെ നിന്ന് ശിരസിന്റെ നിലയിലേക്ക് വന്നു. ആ നിലയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പൊ ആർക്കും ഹൃദയമില്ല, എല്ലാവർക്കും കുരുട്ടുബുദ്ധിയും പരസ്പര വാശിയും വഴക്കും വൈരാഗ്യവുമായി കഴിയുന്നതോടുകൂടി നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാൻ തുടങ്ങി. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൃദയ കേന്ദ്രീകൃതമായി നമ്മുടെ കുടുംബ ജീവിതത്തെ മാറ്റുവാനായിട്ട് സാധിക്കണം. കാരണം ദൈവം നമ്മളോട് കാണിക്കുന്നത് ആ സ്നേഹമാണ്, കരുതലാണ്. അതേ സമയത്ത് ജ്ഞാനം, അതോടൊപ്പം തന്നെ വിവേകം, ഇതെല്ലാം നമുക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യണം. അപ്പസ്തോലിക കാലഘട്ടം മുതൽ ഹൃദയ ഭക്തി സഭയിൽ ഉണ്ടായിരുന്നു, അത് വളരുകയും ചെയ്തുവെങ്കിലും 1673 വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് ദൈവ നേരിൽ പ്രത്യക്ഷപ്പെട്ട് ഫ്രാൻസിൽ വെച്ച് തന്റെ ദൃഢതയെ കുറിച്ചുള്ള ആ ഇമേജ് കാണിച്ചു കൊടുത്തു. ആ ദൃഢതയെ ഭക്തി പ്രചരിപ്പിക്കണം, അത് ഈശോയുടെ ആഗ്രഹമായിട്ട് ഈശോ ആവശ്യപ്പെട്ടു. നമ്മളെല്ലാവരും വിശുദ്ധരുടെ തിരുനാളുകൾ ആഘോഷിക്കാറുണ്ട്. വിശുദ്ധന്മാർക്ക് വേണ്ടി അന്തോണീസ് പുണ്യാളന്റെയോ അല്ലെങ്കിൽ യൂദാശ്ലീഹായുടെയോ മാതാവിന്റെയോ ഒക്കെ നമ്മൾ തിരുനാളുകൾ നടത്താൻ ഉത്സാഹം കാണിക്കും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട സഭയിലെ തിരുനാൾ ഈശോയുടേതാണ്. ഈശോ വഴിയാണ് ബാക്കി വിശുദ്ധന്മാരെല്ലാം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക. അപ്പൊ അതുകൊണ്ട് ഈശോയുടെ തിരുനാളുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുവാൻ, ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഭക്തി പ്രചരിപ്പിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ ഈശോയുടെ ചിത്രം സ്ഥാപിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. ബാക്കി എല്ലാ വിശുദ്ധരുടെയും ഒക്കെ രൂപങ്ങൾ ഉണ്ടായെങ്കിലും ഈശോയുടെ തിരുഹൃദയം കുടുംബങ്ങളിൽ സ്ഥാപിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഈശോ തന്നെ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിനോട് ആവശ്യപ്പെട്ട കാര്യമാണ്. ഇനി തിരുഹൃദയ ഭക്തിയോടുമായി ബന്ധപ്പെട്ട മറ്റു ചില തിരുനാളുകൾ കൂടിയുണ്ട്. ഒന്ന് കോർപ്പസ് ക്രിസ്റ്റി, അല്ലെങ്കിൽ നമ്മുടെ ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ തിരുനാളാണ്. അതിന്റെ 8-ാം ദിവസമാണ് ഈ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നത് എന്നും ഈശോ തന്നെ നിർദ്ദേശിക്കുകയുണ്ടായി. മറ്റൊന്നാണ് മാതാവിന്റെ വിമല ഹൃദയ തിരുനാൾ. അതാണ് ഈശോയുടെ തിരുഹൃദയ തിരുനാളിന് ശേഷം വരുന്ന പിറ്റേ ദിവസം ശനിയാഴ്ച നമ്മൾ ആചരിക്കുക. അതുപോലെ തന്നെ ഡിവൈൻ മേഴ്സി, അത് പോളണ്ടിലുള്ള സിസ്റ്റർ ഫോസ്റ്റീനായിക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്തതാണ്. അത് ഹൃദയ കേന്ദ്രീകൃതമാണ്. ഹൃദയത്തിൽ നിന്ന് ബഹിർഗമിക്കുന്ന തിരുരക്തത്തിന്റെയും അതുപോലെ തന്നെ ജലത്തിന്റെയും, അതായത് മാമോദീസായുടെയും വിശുദ്ധ കുർബാനയുടെയും പ്രതീകമായിട്ടുള്ള ഒരു ഭക്തി ഈശോ തന്നെ പ്രചരിപ്പിച്ചതാണ്. ഈശോ കാണിച്ചു കൊടുത്ത 2 ചിത്രങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ചിത്രീകരിച്ചിട്ടുള്ളതാണ്. ഡിവൈൻ മേഴ്സിയുടേത് അത് സിസ്റ്റർ ഫോസ്റ്റീനായി, അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ചിത്രം സിസ്റ്റർ മാർഗരറ്റ് മേരി അലക്കോക്കും ഈശോ കാണിച്ചു കൊടുത്തതനുസരിച്ച് വരപ്പിച്ച ചിത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിന് ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ട്. അതുപോലെ തന്നെ ഈശോ ആവശ്യപ്പെട്ടതാണ് 9 ആദ്യ വെള്ളിയാഴ്ച തുടർച്ചയായ ഡിവോഷൻ നടത്തണമെന്ന്. അങ്ങനെയാണ് ആദ്യ വെള്ളിയാഴ്ചയുടെ ഡിവോഷൻ നമുക്ക് ഉണ്ടായത്. അതുകൊണ്ട് മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള, അല്ലെങ്കിൽ ഹൃദയ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതം, അത് ഈശോ തന്നെ തന്റെ സുവിശേഷത്തില് യോഹന്നാൻ സാക്ഷ്യം വഹിച്ച ഒരു കാര്യമാണ്. ഈശോയുടെ മരണശേഷവും ലോഗീനസ് എന്ന് പറയുന്ന പടയാളി ഈശോയുടെ ഹൃദയം കുത്തി തുറക്കുകയും അവിടെ നിന്ന് അവസാനത്തെ തുള്ളി രക്തവും പെരുക്കാട്ടിയ ഭൂമിയിലാണെങ്കിൽ ഹൃദയത്തെ സൂക്ഷിക്കുന്ന ആ ഭൂമിയിൽ, അതാണ് രക്തവും വെള്ളവും അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്നതായി കാണുക. ഈശോയുടെ ഹൃദയത്തിന്റെ രൂപം ഈശോ ആവശ്യപ്പെട്ട പ്രകാരം ചിത്രീകരിച്ചിരിക്കുന്നതിലെ ചില പ്രത്യേകതകൾ നമുക്ക് കാണാം. ഒന്ന്, നമ്മുടെ ഹൃദയം പുറമേ കാണുകയാണ്. ആ ഹൃദയം ദൈവത്തിന്റെ കരുണാർദ്രമായ, അതുപോലെ തന്നെ ത്യാഗോചിതമായ സഹനത്തിന്റെ ഹൃദയമായിട്ട് കാണിക്കുകയാണ്. നമ്മളും അതുപോലെ തന്നെ എല്ലാവരും ഹൃദയമുള്ളവരാണ്, എല്ലാവരും കരുണയുള്ളവരാണ്, എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സമൂഹത്തിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി
ത്യാഗം സഹിക്കുവാൻ, ക്ഷമിക്കുവാൻ, കരുണ കാണിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ആ ഹൃദയം നമ്മളെ കാണിക്കുകയാണ്. മറ്റൊന്ന് ഈശോയുടെ ഹൃദയത്തിലുള്ള ആ മുറിവുകളാണ്. ആ മുറിവിൽ നിന്ന് താഴേക്ക് ഒഴുകി വരുന്നതായ രക്തമാണ്. അത് ലൂക്കീദാസ് ഈശോയെ കുത്തി മുറിവേൽപ്പിച്ചതിനെ അനുസ്മരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഹൃദയത്തിന്റെ ചുറ്റും ഒരു മുടി നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഈശോയുടെ ആ സഹനം എത്രമാത്രമായിരുന്നു എന്ന് നമ്മളെ സൂചിപ്പിക്കുകയാണ്. ആ ഹൃദയത്തിന്റെ മുകളിൽ ഒരു കുരിശ് നമുക്ക് കാണാം. ഈശോ കുരിശിലൂടെയാണ് ലോകത്തിലുള്ള കാലത്ത് ഏറ്റവും അപമാനകരമായ ശിക്ഷാവിധി അത് ഏറ്റെടുത്തുകൊണ്ട് ഈശോ ദൈവവും അല്ലെങ്കിൽ സ്വർഗവും ഭൂമിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഗോവണിയായി അത് മാറുകയാണ്. അതിന് സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ അതിന് ജനങ്ങളിലേക്ക് കൈകൾ വീശുന്ന, കൈകൾ നീട്ടുന്ന, അല്ലെങ്കിൽ ദൈവസ്നേഹത്തിന്റെയും ഒപ്പം തന്നെ മനസ്നേഹത്തിന്റേതുമായ പ്രതീകമായി അത് നിൽക്കുകയാണ്. ആ കുരിശിന് ചുറ്റുമായിട്ട് സ്നേഹാഗ്നി ജ്വാല, ഈ ജ്വാല കാണുന്നുണ്ട്. അത് എത്രമാത്രം ഈശോയുടെ ഹൃദയം നമുക്ക് വേണ്ടി ജ്വലിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. ആ ഹൃദയത്തിന് ചുറ്റും ഹൈലോയായിട്ടുള്ള ആ പ്രകാശമുണ്ട്. അത് ഈ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തില് എപ്രകാരമാണ് ഈശോ പ്രകാശമായി ഭവിച്ചത്, അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ സമൂഹത്തില്, നമ്മുടെ ഇടവകയിൽ പ്രകാശമായി മാറണം. പ്രകാശത്തെ കെടുത്തുന്നവരായി നമുക്ക് മാറാതിരിക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഈ ഹൃദയത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെ നയിക്കുന്നത് എന്താണ്? നമ്മുടെ ബുദ്ധിയാണോ, നമ്മുടെ ഹൃദയമാണോ? തീർച്ചയായും നമുക്ക് വിവേകം ഉണ്ടാകണം. എന്നാൽ അതേ സമയത്ത് തന്നെ സ്നേഹം, വിട്ടുവീഴ്ച, ശത്രുതയെ പോലും സ്നേഹിക്കുവാനുള്ളതായ ഈശോയുടെ പ്രബോധനം അനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ കുടുംബബന്ധങ്ങളിൽ പ്രശ്നമുണ്ടാവുകയില്ല. നമുക്കറിയാം, പല കുടുംബങ്ങളിലും ഭാര്യാഭർത്താക്കന്മാരിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ആത്മഹത്യ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഡിവോഴ്സ് ഉണ്ടാകുന്നു, സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് കുഞ്ഞുങ്ങളെ ബാധിക്കുന്നു. ഒരു കുഞ്ഞുങ്ങൾക്ക് പിതാവിന്റെയും മാതാവിന്റെയും സ്നേഹം ആവശ്യമാണ്. അതായത് വിവേകവും അതോടൊപ്പം തന്നെ സ്നേഹവും. അത് കൊടുക്കുവാൻ ഈ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങളിലൂടെ കുഞ്ഞുങ്ങൾക്കും സ്വഭാവത്തില് വ്യത്യാസം ഉണ്ടാകും. ദൈവത്തിന്റെ പ്രാണിപ്പെട്ടതാണ് ഭാര്യയും ഭർത്താവും കൂടി, മാതാവും പിതാവും കൂടി കുഞ്ഞുങ്ങളെ വളർത്തണമെന്നുള്ളത്. അതുകൊണ്ട് നമുക്കൊന്ന് വിട്ടുവീഴ്ച ചെയ്യുവാൻ, ക്ഷമിക്കുവാൻ, കരുണ കാണിക്കുവാനുള്ള, സഹായിക്കുവാനുള്ള ആ മനോഭാവം കിട്ടുവാനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഈശോ കാണിച്ച സ്നേഹം എന്ന് പറയുന്നത് അഗാപ്പയാണ്. അതായത് ആ സ്നേഹത്തിന്റെ പൂർണ്ണതയാണ്. ആ പൂർണ്ണത ഇരിക്കുന്നത് വ്യവസ്ഥകളില്ലാതെ സ്നേഹമാണ്. അത് ത്യാഗത്തിന്റെ സ്നേഹമാണ്, സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ്. അത് നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം, ഈശോയുടെ ഹൃദയം കുത്തി തോന്നുന്ന ഡൊമിനിനസ് എന്ന് പറയുന്ന ആളിനെ ഒരു വിശുദ്ധനായിട്ടാണ് കണക്കാക്കുക. നമ്മുടെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പോലും അദ്ദേഹത്തിന്റെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വിശുദ്ധൻ എന്ന നിലയിൽ ഒക്ടോബർ 14-ാം തീയതിയാണ് സഭ അദ്ദേഹത്തിന്റെ തിരുനാൾ ആഘോഷിക്കുക. അത് കാണിക്കുന്നത് എന്താണ്? ഈശോയെ പീഡിപ്പിച്ചവനെ പോലും ഈശോ ക്ഷമിക്കുകയും മാനസാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. ഈശോയെ കുരിശിൽ തറയ്ക്കുന്നതിന് നേതൃത്വം കൊടുത്ത വിജാതീയനായ റോമൻ പടയാളി സെഞ്ചൂറിയൻ, അദ്ദേഹം മാർത്തടിച്ചുകൊണ്ട് പറയുന്നത് ഇവൻ യഥാർത്ഥത്തിൽ രക്ഷകനായിരുന്നു എന്ന് പറഞ്ഞ് അയാള് മാനസാന്തരപ്പെടുകയാണ്. അങ്ങനെ തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ പോലെ നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി, അത് ആരായാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള ആ കൃപ ലഭിക്കുവാനാണ് നമ്മൾ തിരുഹൃദയത്തോട് ആവശ്യപ്പെടേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഭവനങ്ങളിൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ രൂപമുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. ചില കുടുംബങ്ങളിലൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈശോയുടെ തിരുഹൃദയമായിരിക്കണം. കാരണം സെന്റ് മാർട്ടിൻ മേരി യാക്കോബിനോട് ഈശോ ആവശ്യപ്പെട്ടതാണ്, എന്റെ ഹൃദയത്തിന്റെ രൂപം അടങ്ങുന്ന ഭവനങ്ങളിൽ എന്റെ ഹൃദയം ഉണ്ടായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തിരുഹൃദയ കേന്ദ്രീകൃതമായിട്ടുള്ള ജീവിതം നയിക്കും